AKGSMയുടെ പ്രിയമുള്ള നേതാക്കളെ, ഞാൻ മാത്യു മുത്തായി, ആതിര, വയനാട് ജില്ലാ പ്രസിഡന്റ്. ഞാനിപ്പോൾ ദുരന്ത ഭൂമിയിലാണുള്ളത്. ഒരു കാരണവശാലും ഇവിടേക്ക് ആരും വരാൻ ശ്രമിക്കേണ്ട. ഇവിടേക്ക് സാധന സാമഗ്രികളായിട്ട് യാതൊരു സഹായവും ആവശ്യമില്ല എന്ന് അറിയിക്കുകയാണ്. എന്തെന്നാൽ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി യൂണിറ്റ് അടക്കമുള്ള എൻ്റെ യൂണിറ്റിൽ നിന്നടക്കമുള്ള മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും ധാരാളം വസ്ത്രങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും പാത്രങ്ങളും അടക്കം എത്തിച്ചിട്ടുണ്ട്. ഒരു ലോഡ് വസ്ത്രവും ഭക്ഷണവും കൂടെ ഞാൻ എൻ്റെ നേതൃത്വത്തിൽ നിന്ന് അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവിടെ വേണ്ടത് ഒരു പുനരധിവാസ പാക്കേജാണ്. ഇപ്പോൾ ഭക്ഷണങ്ങളോ വസ്ത്രങ്ങളോ ആരും ഇങ്ങോട്ട് അയക്കരുത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികളുമായി ഒരു വണ്ടി പുറപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞു. വടകരയിൽ നിന്നും പല സ്ഥലത്തു നിന്നും പുറപ്പെടുന്നുണ്ട്. വയനാടിൻ്റെ തന്നെയല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേര് വസ്ത്രങ്ങളും ഭക്ഷണവുമായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുമാത്രം ഇത് കൊടുക്കാനായിട്ട് ഇവിടെ ആളുകൾ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 100-ലധികം ബോഡി ഇവിടെ എത്തിക്കഴിഞ്ഞു. ആംബുലൻസുകൾ പരക്കം പായുകയാണ്. ദുരന്ത ഭൂമിയിൽ 10% ഏരിയയിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് പട്ടാളമൊക്കെ വന്ന ആർമി പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെ സാധാരണ ആളുകളെ കടത്തിവിടുന്നില്ല. ദ്രുതകർമ്മ സേനയുടെ അവരുടെ അംഗീകാരമുള്ള ഭരണകൂടത്തിൻ്റെ മാത്രം ആളുകളാണ് അങ്ങോട്ട് കടന്നു പോകുന്നത്. വീണ്ടും ഇപ്പോൾ ഏതാനും സമയം മുമ്പ് അവിടെ വീണ്ടും ഒരു ചെറിയ ഉരുൾപൊട്ടലുണ്ടായി. 2000-ഓളം ആളുകൾ അവിടെ ഉണ്ട്. ഒത്തിരി പേര് അവിടെ നിന്ന് വീണ്ടും ഓടി രക്ഷപ്പെട്ടു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താണെങ്കിലും ഇവിടെ ഇനിയും ദയവായി ഭക്ഷണമോ വസ്ത്രങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ്. ഇവിടെയുള്ള മുഴുവൻ ക്യാമ്പുകളിലും ആവശ്യത്തിലധികം ഭക്ഷണം പല സംഘടനകളും വ്യാപാരികളും ഗവൺമെൻറ് സംവിധാനങ്ങളും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനിയും ഞാൻ വീണ്ടും പറയുന്നത്, വേണ്ടതൊരു വലിയ പുനരധിവാസ പാക്കേജാണ്. ഈ ടൗൺ എന്ന് പറയുന്നത് തീർത്തും ഇല്ലാണ്ടായി. അവിടെയുള്ള മുണ്ടക്കൈ എന്ന് പറയുന്ന 200 വീടുകളുണ്ടായിരുന്നു. 200 വീടുകളും തീർത്തും ഇല്ലാതായി. തൊട്ടടുത്തുള്ള ചൂരൽമല എന്ന് പറയുന്ന ടൗണിൻ്റെ ഏതാനും ഷട്ടറുകൾ മാത്രം ഒരു മൂലയ്ക്ക് ബാക്കിയുണ്ട്. ഒരു ടൗണ് തന്നെ അവിടെ ഇല്ല. അപ്പോൾ അത്രമാത്രം ഭീകരമാണ് അവസ്ഥ. ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും 25ഓളം ഡെഡ് ബോഡികൾ കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞു. ഇത്രയും കിലോമീറ്റർ ദൂരെ വരെ തലയില്ലാത്ത ബോഡികൾ വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭീകരത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കാൻ കഴിയാത്ത കണ്ടീഷനിലാണുള്ളത്. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കോടമഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും നേരിട്ട് കണ്ടാൽ തിരിയാത്ത അവസ്ഥയിലേക്കുള്ള കോട ഇറങ്ങുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ പോലീസും പട്ടാളവും പൊതുജനങ്ങളടക്കമുള്ള നല്ലൊരു രീതിയിലുള്ള തെരച്ചിലുകൾ നടത്തുന്നുണ്ട്, സഹായത്തിന് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ രക്ഷപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇനി ആവശ്യമുള്ളത് എന്നറിയിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ ഇനിയും മഴ അല്പം ശമിച്ചിട്ടുണ്ട്. ഇനിയും മഴ ഉണ്ടാവാതിരിക്കട്ടെ, വലിയ പൊട്ടലുണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. മാത്യു മത്തായി.